ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ മരുഭൂമിയിൽ സ്വന്തം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർത്ത അമേരിക്ക. തങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ എത്താതെയിരിക്കാനാണ് അമേരിക്ക ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നതെന്നാണ് റിപ്പോർട്ട്. ഇറാൻ സൈന്യം വെടിവെച്ചിട്ട F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ 2 പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള അപകടകരമായ ദൌത്യത്തിനിടെയാണ് $100 മില്യൺ അതായത് 830 കോടി വിലമതിക്കുന്ന വിമാനങ്ങൾ അമേരിക്ക നശിപ്പിച്ചത്. അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുന്നത് പണത്തെക്കാൾ പ്രധാനമാണെന്ന അമേരിക്കൻ സൈനിക പ്രോട്ടോകോളിന്റെ ഭാഗമായിരുന്നു ഈ നടപടി. ഇറാൻ മണ്ണിൽ അകപ്പെട്ടു പോയ 2 സൈനികരെ രക്ഷിക്കാൻ അമേരിക്ക പ്രത്യേക ഓപ്പറേഷൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ അയച്ചിരുന്നു. എന്നാൽ മരുഭൂമിയിലെ താൽക്കാലിക ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനിടെ മണലിൽ പൂഴ്ന്നു പോയതുമൂലം വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുണ്ടായി. ലോക്ഹീഡ് മാർട്ടിൻ C-113 വിഭാഗത്തിൽപ്പെട്ട MC-130J കമാൻഡോ 2 വിമാനങ്ങളായിരുന്നു ഇവ. ഇവയ്ക്കൊപ്പം സ്പെഷ്യൽ ഓപ്പറേഷൻ ദൌത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന MH-6 ലിറ്റിൽ ബോർഡ് ഹെലികോപ്റ്ററും ഉണ്ടായിരുന്നു. ഇറാൻ സൈന്യം തൊട്ടടുത്തെത്തിയതോടെ വിമാനങ്ങളിലെ അതീവ രഹസ്യമായ ആശയവിനിമയ സംവിധാനങ്ങളും നാവിഗേഷൻ സാങ്കേതിക വിദ്യകളും ഇറാന്റെ കൈകളിൽ എത്താതിരിക്കാൻ അവ സ്ഫോടനത്തിലൂടെ തകർക്കാൻ അമേരിക്കൻ കമാൻഡർമാർ ഉത്തരവിടുകയായിരുന്നു. അബൂട്ടാബാദിൽ ഒസാമ ബിൻ ലാദനെ വധിച്ച ദൌത്യത്തിലും സമാനമായ രീതിയിൽ സാങ്കേതിക രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ അമേരിക്ക സ്വന്തം ഹെലികോപ്റ്റർ തകർത്തിരുന്നു. പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനുള്ള സാഹസിക ദൌത്യത്തിൽ അതിനൂതന സാങ്കേതിക വിദ്യ മാത്രമല്ല, തന്ത്രപരമായ നീക്കങ്ങളും അമേരിക്ക പുറത്തെടുത്തു. പരിക്കേറ്റ ഒരു പൈലറ്റിനെ മലനിരകൾക്ക് ഇടയിൽ നിന്ന് തൽക്ഷണം രക്ഷപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ പൈലറ്റായ കേണലിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ സൈന്യം കണ്ടെത്തി. രണ്ടാമത്തെ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ തങ്ങളുടെ സൈന്യം കണ്ടെത്തിയെന്നും അവിടെ നിന്ന് മാറ്റിയെന്നുമുള്ള തെറ്റായ വാർത്തകൾ CIA ഇറാനിൽ പ്രചരിപ്പിച്ചു. ഇത് ഇറാൻ സേനയെ ആശയക്കുഴപ്പത്തിലാക്കാൻ സഹായിച്ചെന്ന് US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ദൌത്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടെങ്കിലും പരിക്കേറ്റ സൈനികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചത് വിജയകരമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വിമാനങ്ങൾ ബോംബിട്ട് തകർത്തത് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണെന്ന് ഇറാൻ പരിഹസിക്കുമ്പോഴും സൈനിക രഹസ്യങ്ങളുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് അമേരിക്ക ഈ ദൌത്യത്തിലൂടെ വീണ്ടും തെളിയിച്ചു. 1 മാസത്തിലേറെയായി യുദ്ധം ചെയ്തിട്ടും ഇറാനെതിരെ നിർണായക വിജയം നേടാനാകാത്തതിനെ തുടർന്ന് ചോർന്നു തുടങ്ങിയ ആത്മവിശ്വാസമാണ് ഇറാന്റെ മണ്ണിൽ നിന്ന് വൈമാനികനെ സാഹസികമായി രക്ഷിച്ചെടുത്തതിലൂടെ US-ന് കൈവന്നത്. ഉദ്യോഗസ്ഥൻ ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ US-നെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയായേനെ. തുടർ ചർച്ചകളിലും സമാധാന ശ്രമങ്ങളിലും ഇറാൻ വിലപേശലുകൾക്കായി ബന്ദിയാക്കിയ വൈമാനികനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വൈമാനികനെ കണ്ടാലുടൻ വെടിവെക്കണമെന്ന് ആദ്യം നിർദ്ദേശം കൊടുത്ത ഇറാൻ പിന്നീട് ജീവനോടെ പിടിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിനിടെ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ആദ്യമായാണ് വിമാനം വെടിവെച്ചു വീഴ്ത്തപ്പെട്ടത്. ഇറാന്റെ വ്യോമ നാവിക സേനകളെ പൂർണ്ണമായും നശിപ്പിച്ചെന്ന് വീമ്പു പറഞ്ഞ പ്രസിഡന്റ് ട്രംപിനുള്ള കനത്ത പ്രഹരമായി അത് മാറി. അമേരിക്കയുടെ ധീരരായ പോരാളികൾ ഇറാനിലെ ദുർഘടമായ പർവ്വതനിരകളിൽ നിന്നാണ് വൈമാനികനെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാൻ വെടിവെച്ചിട്ട F-15E വിമാനത്തിലെ പൈലറ്റിനെ ആക്രമണമുണ്ടായ ഉടൻ രക്ഷിച്ചെന്നും സ്ഥിരീകരിച്ചു. മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി കണ്ടെത്താനുള്ള ദൌത്യത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഈ വിവരം മറച്ചുവെച്ചതെന്നും വ്യക്തമാക്കി. പൈലറ്റിനെ ഇറാന് പുറത്തെത്തിക്കാൻ 7 മണിക്കൂർ എടുത്തു എന്നും പറഞ്ഞു. 2 വൈമാനികരെ വെവ്വേറെ രക്ഷപ്പെടുത്തുന്നത് സൈനിക ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.